بسم الله الرحمن الرحيم. وما قدروا الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون. ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1612 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായമായ സൂറത്ത് സുമറിലെ 67-68 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമah വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون. صدق الله العلي العظيم. سورة الزمر 67-68 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സത്യനിഷേധത്തിന്റെയും പടച്ചതമ്പുരാനോടുള്ള നന്ദികേടിന്റെയും നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ അർത്ഥവത്തായ ഒരു ചോദ്യം ഉന്നയിക്കാൻ അല്ലാഹു തന്റെ പ്രവാചകനോട് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം പഠനവിധേയമാക്കിയ ആയത്തുകളുടെ കൂട്ടത്തിൽ നമ്മൾ കാണുകയുണ്ടായി. അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. അല്ലാഹു അല്ലാത്തവരെ ആണോ ഞാൻ ആരാധിക്കേണ്ടത്, അവർക്കാണോ ഞാൻ വിധേയപ്പെടേണ്ടത്? മഹാവിട്ടികളായ മഹാവിവേകികളായ ബുദ്ധിശൂന്യരായ ആളുകളെ എന്ന വിധത്തിലാണ് ഈ ചോദ്യം അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ചുറ്റുപാടുമുള്ള നിഷേധത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളോടായിട്ട് ചോദിക്കാൻ അള്ളാഹു നിർദ്ദേശിക്കുകയുണ്ടായത്. ഇത് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിപരമായ ദൈക്ഷണികമായ യാതൊരു ശ്രമവും നടത്താതെ വളരെ മൂഢമായ ചില ധാരണകളുടെയോ ആചാരങ്ങളുടെയോ ഒക്കെ പുറകെ പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുന്ന ആളുകളോട് അവരുടെ ചിന്ത തട്ടിയുണർത്തുന്ന വിധത്തിൽ അല്പം പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു സ്വഭാവത്തിലാണ് ആ ചോദ്യം ഉന്നയിക്കപ്പെടുകയുണ്ടായത്. തീർച്ചയായിട്ടും അള്ളാഹുവിന് വിധേയപ്പെടാത്തവരുടെ, അള്ളാഹുവിന് റബ്ബായിട്ട് ഏകനായ ഇലാഹായിട്ട് അംഗീകരിക്കാത്തവരുടെ, അവരെത്ര തന്നെ മേന്മയുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിലും അവയൊന്നും തന്നെ അവർക്ക് പ്രയോജനപ്പെടുകയില്ല. അവയൊക്കെയും പാഴായിപ്പോയ കർമ്മങ്ങളായിരിക്കും എന്നതാണ് തുടർന്ന് അവരെ അള്ളാഹു കേൾപ്പിക്കുകയുണ്ടായ കാര്യം. കാര്യങ്ങളെ നേരാം വണ്ണം മനസ്സിലാക്കുന്ന ആളുകൾ അവര് അള്ളാഹുവിന്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെയാണ്
അള്ളാഹുവിനാണ് വിധേയപ്പെടുക, അവനോട് കൃതജ്ഞത കാണിക്കുന്നവരായിക്കൊണ്ടാണ് നിലകൊള്ളുക. ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട് അള്ളാഹു വളരെ ഊന്നലോടുകൂടി പറയുകയുണ്ടായത്. അതിനെ തുടർന്ന് ഞാൻ ഇന്ന് നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അള്ളാഹു അവന്റെ ശക്തി വൈശിഷ്ട്യങ്ങളുടെ ഔന്നത്യവും ഗാംഭീര്യവും ഒക്കെ എത്രത്തോളം ഉള്ളതാണ്, അത് എത്രത്തോളം ഈ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്, അവര് മഅബൂദുകളായിട്ട് ഇലാഹുകളായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഈ ഫോൾസ് ഡെയ്റ്റീസ്, മിഥ്യ ദേവന്മാരും ദേവിമാരും ഒക്കെ അള്ളാഹുവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എവിടെയാണുള്ളത് എന്ന കാര്യം വ്യക്തമാക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ രണ്ടായത്തുകളിലായിട്ട് 67, 68 ആയത്തുകളിലായിട്ട് അള്ളാഹു നമ്മെ കേൾപ്പിക്കുന്നത്. നമുക്ക് ഈ ആയത്തുകളൊന്ന് വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അള്ളാഹുവിടെ പറയുന്നത് അവര് അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല, അവർ അള്ളാഹുവിനെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല, അള്ളാഹുവിനെ അവര് കണക്കാക്കിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഏതു വിധത്തിലാണോ അവനെ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്, കണക്കാക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ആ വിധത്തില് അവര് അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടേ ഇല്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അവര് അള്ളാഹുവിനെ കുറിച്ച് അവര് കൊണ്ട് നടക്കുന്ന ആലിഹത്തുകളെ പോലെയുള്ള ഒരു ഇലാഹു എന്ന നിലക്കോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔന്നത്യവും മഹത്വവും ഉൾക്കൊള്ളാത്ത വളരെ വികലമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടോ മാത്രമാണ് അവർ അള്ളാഹു എന്ന ആശയത്തെ തന്നെ ഉൾക്കൊള്ളുന്നത്, മനസ്സിലാക്കുന്നത്. അവര് തീർത്തും ഇക്കാര്യത്തില് ജുഹല ആണ്, വിഡ്ഢികളാണ്, അജ്ഞരാണ്, അല്ലെങ്കിൽ അവിവേകികളാണ് എന്നൊരു കാര്യമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളുടെയൊക്കെ നിത്യജീവിതത്തിൽ ഉണ്ടാവാനിടയുണ്ട്. വളരെ പ്രാഗൽഭ്യമുള്ള, വളരെ കഴിവുള്ള, വളരെ ദൈക്ഷണികമായിട്ട് ഉയർന്നു നിൽക്കുന്ന മാതാപിതാക്കളുടെ മക്കള് ചിലപ്പോ മാതാപിതാക്കളെ വേണ്ട വിധത്തില് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതുപോലെ അധ്യാപകര് വളരെ പ്രഗത്ഭരും സമർത്ഥരും ബുദ്ധിമതികളും ഒക്കെ ആയ ആളുകൾ അവരെ അവരുടെ ആ കഴിവിന്റെ ആഴവും വ്യാപ്തിയും ഒന്നും മനസ്സിലാക്കാത്ത വിധത്തിലായിരിക്കും ചിലപ്പോ അവരുടെ വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നുണ്ടാവും. അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ഈ പ്രക്രിയയും നമുക്ക് ഈ രണ്ട് ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് ഏകദേശം ഒരു ധാരണ ഉണ്ടാകാൻ വേണമെങ്കിൽ സാധിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹു എന്ന അസ്തിത്വം, പ്രപഞ്ച സ്രഷ്ടാവ് എന്ന ആ ശക്തിയെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, വേണ്ട വിധത്തിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ്, അത് വേണ്ട വിധത്തിൽ കണക്കാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആളുകൾ ഇത്തരം ഭീമമായ അബദ്ധങ്ങളിലേക്ക് പോകുന്നത്. അള്ളാഹു എന്ന പ്രപഞ്ച സ്രഷ്ടാവ് അഥവാ ദൈവം എന്ന ആ പദവി എത്ര മഹോന്നതമാണ് എന്നത്, അതിന്റെ വ്യാപ്തി, അവന്റെ കഴിവുകളും അധികാരവും ശക്തിയും ഒക്കെ എത്ര വ്യാപ്തിയുള്ളതാണ് എന്നത് മനസ്സിലാക്കാത്തത് കാരണമായിട്ടാണ് ആളുകൾ അവനോട് മറ്റു പലതിനെയും തുലനം ചെയ്തുകൊണ്ടും ചേർത്ത് വെച്ചുകൊണ്ടും ഒക്കെ ഉള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ഈ ഒരു കാര്യം അള്ളാഹു തുറന്നു പറയുകയാണ് ഇവിടെ. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അവര് അള്ളാഹുവിനെ കണക്കാക്കിയിട്ടില്ല. ഖദറ എന്ന് പറഞ്ഞ കണക്കാക്കുക എന്നാണ്, വെയ് ചെയ്യുക എന്നാണ്. നമ്മളെ മനസ്സിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടോ ഒരു സംഗതിയുടെ മൂല്യം അല്ലെങ്കിൽ വലിപ്പം, വ്യാപ്തി, അതിന്റെ ശക്തി, പ്രഭാവം ഒക്കെ എത്രത്തോളം എന്നൊന്ന് അളന്ന് കണക്കാക്കും. കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ അങ്ങനെയാണല്ലോ. ഏത് സംഗതിയും നമ്മൾ മനസ്സിൽ അതൊന്ന് വെയ് ചെയ്യും.
വെയ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് തൂക്കി നോക്കലാണ്. അത് ഭാരം മാത്രമല്ല, അതിന്റെ ആഴവും വ്യാപ്തിയും കഴിവും കരുത്തും ഒക്കെ നമ്മളൊന്ന് മനസ്സിൽ വിലയിരുത്തും. ഇതാണ് അറബി ഭാഷയിൽ ഖദർ എന്ന് പറയുന്ന, ഖദറ എന്ന വാക്കിന്റെ സൂചന. അപ്പോ വമാ ഖദറുല്ലാഹ, അവർ അള്ളാഹുവിനെ അങ്ങനെ തൂക്കി വിലയിരുത്തി നോക്കി മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ ഔന്നത്യവും ഒക്കെ എത്രത്തോളം ഉള്ളതാണ് എന്നത് അവർക്ക് മനസ്സിലാക്കാനായിട്ടില്ല. ഹഖ ഖദരിഹി എന്നാണ് പറയുന്നത്. അവനെ കണക്കാക്കേണ്ട വിധത്തിലുള്ള ഒരു വെയിൻ അവർ നടത്തിയിട്ടില്ല. ഹഖ ഖദരിഹി, ഏത് ഖദറാണോ യഥാർത്ഥത്തിൽ അവനെ അടയാളപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ അവനെ മനസ്സിലാക്കുന്നതിന് വേണ്ടത്, ആ വിധത്തിലുള്ള ഒരു കണക്കാക്കൽ, ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ മനസ്സിലാക്കൽ അവര് അള്ളാഹുവിന്റെ കാര്യത്തിൽ നിർവഹിച്ചിട്ടില്ല. ഇനി തുടർന്ന് അള്ളാഹു പറയുന്നത് ചില ക്ലൂസ് തരികയാണ്. അള്ളാഹുവിന്റെ മഹത്വവും ഔന്നത്യവും ഒക്കെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന, അള്ളാഹുവിന്റെ ശക്തി വ്യാപ്തി എത്രത്തോളമാണ് എന്നത് ചില സൂചനകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന നിലക്ക് പറഞ്ഞു തരികയാണ്. വൽ അർളു ജമീഅൻ ഖബ്ലത്തുഹു, ഭൂമി മുഴുവനായിട്ടും അവന്റെ പിടുത്തത്തിലാണ്, അവന്റെ കൈപ്പിടിയിലാണ്. ഖബ്ലത്ത് എന്ന് പറഞ്ഞ ഒരാള് തന്റെ കൈകൊണ്ടൊരു സംഗതി അങ്ങ് പിടിച്ചെടുക്കുന്നതിന് ആണ് ഖബ്ലത്ത് എന്ന് പറയാം. ഖബല എന്ന വാക്കെന്നാണ് അത് വരുന്നത്, അതിന്റെ നൗൺ ഫോമാണ്. അപ്പോ വൽ അർളു ജമീഅൻ ഖബ്ലത്തുഹു, ഭൂമി മുഴുവനായിട്ടും അവന്റെ പിടുത്തത്തിലാണ്, അവന്റെ ഖബ്ലത്തിലാണ്. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ. ഇന്ന് ഭൂമുഖത്ത് പല വിധത്തിലുള്ള അധികാര ഘടനകളും കാണാൻ കഴിയും. പലർക്കും പല മേഖലകളിലും വലിയ ആധിപത്യമാണ്, വലിയ നിയന്ത്രണമാണ്. അവരാണ് ആ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ആ കാര്യങ്ങളുടെ ഒക്കെ അധിപന്മാര് എന്ന നിലക്കാണ് ആളുകള് പെരുമാറുക, സംസാരിക്കുക. അവരുടെ ഹാവഭാവങ്ങളൊക്കെ അങ്ങനെയാണ്. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഇത് അള്ളാഹു ഈ ഭൗതിക ലോകത്ത് ആളുകൾക്ക് അങ്ങനെ വിട്ടുകൊടുത്ത ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് ഇവിടെ പലരും മേധാവിത്വം കാണിക്കും. അവർ യഥാർത്ഥത്തിൽ അതിന്റെ മേധാവികളല്ല എങ്കിലും അവർക്കത് അവരുടേത് എന്ന നിലക്ക് ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് നിലകൊള്ളാൻ കഴിയില്ല. കാരണം മനുഷ്യന്റെ പ്രകൃതം തന്നെ നമുക്കറിയാം, അവനൊരു തുടക്കവും ഒരു ഒടുക്കവും ഉണ്ട് ഭൂമുഖത്ത്. അപ്പോ ഒരു തുടക്കവും ഒരു ഒടുക്കവും ഉള്ള, ഒരു ജനനവും ഒരു മരണവും ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിക്കുന്നതിന്റെ എത്രയോ മുന്നേ ഇവിടെയുള്ള ഭൂമിയും അതിലെ സംഗതികളും, അവൻ മരിച്ചു പോയാലും ഇവിടെ അവശേഷിക്കാനിടയുള്ള ഭൂമിയിലെ കാര്യങ്ങള്, ഇതിന്റെയൊക്കെ മേൽ താനാണ് അധികാരി, അവയൊക്കെ തന്റെ നിയന്ത്രണത്തിലാണ് എന്ന് പറയുന്നത് തന്നെ വളരെ അപഹാസ്യമായ ഒരു കാര്യമായിരിക്കും. അത് വിലയിരുത്തുന്ന ആർക്കും അത് മനസ്സിലാവും. താൽക്കാലികമായി കുറച്ചു നേരം മറ്റുള്ളവരെ കണ്ണുരുട്ടി പേടിപ്പിച്ച് തൻ്റെതാണ് എന്ന വിധത്തില് നടിച്ച് നിൽക്കാൻ കഴിയും എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഭൂമിയിലെ യാതൊന്നിന്റെ മേലും മനുഷ്യന് സമ്പൂർണമായ അധികാരമില്ല. അങ്ങനെ അധികാരമുണ്ട്, ഞങ്ങള് അതിനെ അടക്കി വാഴും എന്ന നിലക്കൊക്കെ പെരുമാറുന്ന, സംസാരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ നിലകൊള്ളുന്ന ആളുകളെ നമുക്ക് ധാരാളം കാണാൻ കഴിയും. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ് നാളില് കാര്യങ്ങളുടെ സ്വഭാവം അങ്ങനെയല്ല. യൗമുൽ ഖിയാമയില് ഭൂമിയിലെ സകല സംഗതികളും അള്ളാഹുവിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിലായിരിക്കും, അവന്റെ പിടുത്തത്തിലായിരിക്കും. അതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം. വൽ അർളു ജമീഅൻ ഖബ്ലത്തുഹു യൗമൽ ഖിയാമ, ഭൂമി മുഴുവനായും എന്ന് പറയുമ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല സംഗതികളുടെയും സമ്പൂർണമായ കൈകാര്യകർത്തൃത്വവും നിയന്ത്രണവും ഒക്കെ അവനങ്ങ് ഏറ്റെടുത്തിട്ടുണ്ടാവും. അവന്റെ കൈപ്പിടിയിലായിരിക്കും, അവന്റെ ഖബ്ലത്തിൽ, അവന്റെ പിടുത്തത്തിലായിരിക്കും ഭൂമി മുഴുവനായിട്ടും. അത് കേവലം ഭൂമി എന്ന ഏർത്ത് എന്ന സംഗതിയല്ല, ആ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല കൺസേൺസും സകല സംഗതികളും പൂർണ്ണമായിട്ടും അവന്റെ ഖബ്ലത്തിലായിരിക്കും യൗമുൽ ഖിയാമയിൽ. ഇനി ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
അതുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു തലമുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഉപരിലോകത്തിന്റെ കാര്യമോ, ഭൂമിയിൽ നിന്ന് കാര്യങ്ങളെ വിലയിരുത്തുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉപരിലോകം എന്നൊരു സംഗതി ഉണ്ട്. വസ്സമാവാത്ത്, അതാണ് ഖുർആൻ ഉപയോഗിക്കുന്ന പദം. സമാവാത്ത് എന്ന് പറഞ്ഞാൽ ആകാശങ്ങൾ എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ആകാശങ്ങള് നമുക്ക് എല്ലാ കാലഘട്ടത്തിലും ഒരേ ഒരു അർത്ഥകൽപ്പനയായിരുന്നില്ല മനുഷ്യന് ആകാശത്തെ കുറിച്ച് വെച്ച് പുലർത്തിയിരുന്നത്. ആകാശം എന്നത് ഉപരിലോകമാണ്. വാനലോകം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് വളരെ വിദൂരവും ഉയരത്തിലുള്ളതുമായ ആ ലോകം, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതല്ലാതെ നമ്മൾ സങ്കല്പിക്കുന്ന പോലെയുള്ള ഒരു മേലാപ്പ്, ഭൂമിക്ക് ഒരു മേലാപ്പ് പോലെയുള്ള ഒരു കാഴ്ചയിൽ ദൃശ്യമാവുന്ന ആ ഒരു തലം മാത്രമല്ല. അപ്പോ വസ്സമാവാത്തും മത്വീയാത്തും, ആകാശങ്ങളെ ചുരുട്ടപ്പെട്ടതായിരിക്കും, അത് ചുരുട്ടി എടുത്ത അവസ്ഥയിലായിരിക്കും. ബിയമീനി, അവന്റെ വലത് കൈയിലായിട്ട് എന്ന് പറഞ്ഞാൽ ആകാശം അള്ളാഹു ഇങ്ങനെ ഒരു കാർപ്പറ്റ് ചുരുട്ടിയെടുക്കണ പോലെ അങ്ങ് ചുരുട്ടിയെടുക്കും, അത് അവന്റെ വലത് കൈയിലായിരിക്കും എന്ന് അല്ല മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു ആലങ്കാരികമായ ഒരു ഭാഷയാണ്, മെറ്റഫോറിക്കൽ ലാംഗ്വേജ് ആണ്. അതിന് ആ തലത്തിൽ തന്നെ ഒരു വളരെ അബ്സ്ട്രാക്റ്റ് ആയ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുമ്പോൾ അവിടെ ഇത്തരം ഭാഷ മാത്രമേ സാധ്യമാവുള്ളൂ. കാരണം അത് പറഞ്ഞു കൊടുക്കുന്ന ആളുടെ ഭാഷ ഉൾക്കൊള്ളാൻ എത്രത്തോളം കേൾക്കുന്ന ആൾക്ക്, വായിക്കുന്ന ആൾക്ക് പ്രാപ്തിയുണ്ട് എന്നത് പരിഗണിച്ചുകൊണ്ടാണല്ലോ വിവരണം ഉണ്ടാവുക. ആ ഒരു തലത്തില് മനുഷ്യന്റെ ഗ്രാഹ്യത പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിവരണമാണിത്. ആകാശലോകത്തെ അല്ലെങ്കിൽ വാനലോകത്തെ അവൻ ഒരു പരവതാനി ചുരുട്ടിയെടുക്കണ പോലെ തന്റെ വലത് കൈയിൽ ചുരുട്ടിയെടുക്കുന്നു എന്നൊരു മെറ്റഫർ നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹു ഈ പ്രപഞ്ച സാകല്യത്തിനെ എങ്ങനെ പൂർണ്ണമായിട്ടും അങ്ങ് തന്റെ അധീനതയിൽ, നിയന്ത്രണത്തില് പൂർണ്ണമായിട്ടും അവനങ്ങ് ഏറ്റെടുക്കുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ബസ്സമാവാത്തും മത്വീയാത്തും ബിയമീനി. പലരും ഇതിനെ അതിന്റെ അക്ഷരതലത്തിൽ മനസ്സിലാക്കിയിട്ട് അതിനെ പരിഹസിക്കാൻ വേണ്ടി ഒക്കെ ചാടി പുറപ്പെടുന്ന ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത് ഈ നമ്മൾ വായിച്ചു തുടങ്ങിയ ആയത്തിന്റെ ആദ്യ ഭാഗമാണ്. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. അവർ അള്ളാഹുവിനെ വേണ്ട വിധത്തില് മനസ്സിലാക്കിയിട്ടില്ല, അള്ളാഹുവിനെ അളന്നിട്ടില്ല, അള്ളാഹുവിനെ അവർക്ക് തൂക്കി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതാണ് വസ്തുത. അള്ളാഹുവിനെ മാത്രമല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെയും അവർക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ ഭൂമി പൂർണ്ണമായിട്ടും അവന്റെ കബലത്തിലാകുന്ന ഒരു നാളാണ് യൗമുൽ ഖിയാമ. അതുപോലെ സമാവാത്ത്, ഉപരിലോകം മുഴുവനായിട്ടും അവൻ ചുരുട്ടിയെടുത്ത് അവന്റെ വലത് കൈയിലുള്ള പോലെയാണ് ആ നാളിലുണ്ടാവുക. ഇത് മറ്റൊരാൾക്കും ഒരു നിയന്ത്രണവും ഇല്ലാത്ത വിധത്തില് ഒരു ഇലയനക്കം പോലും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമോ ഇച്ഛപ്രകാരമോ അല്ലാത്ത വിധത്തിൽ സംഭവിക്കാനിടയില്ലാത്ത, പൂർണ്ണമായിട്ടും അവനങ്ങ് ഏറ്റെടുക്കുന്ന ഒരു കാര്യത്തെയാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് എന്നത് മനസ്സിലാക്കാം. സുബ്ഹാനഹു, അവൻ തികവാർന്നവനാണ്, അവൻ സമ്പൂർണനാണ്, അവൻ യാതൊരു ന്യൂനതയും പോരായ്കയും ഇല്ലാത്തവനാണ്, പരിശുദ്ധനാണ്. പരിശുദ്ധനാണ് എന്നാണ് സുബ്ഹാനഹു എന്നതിന് സാധാരണ അർത്ഥം പറയാറുള്ളത്. അള്ളാഹുവിന്റെ പരിശുദ്ധി എന്നത് സകല ന്യൂനതകളിൽ നിന്നും അവൻ അതീതനാണ്, സകല പോരായ്കകളിൽ നിന്നും അതീതനാണ്, അങ്ങനെയുള്ള പോരായ്കയോ ന്യൂനതയോ ഇല്ലാത്തവനാണ് എന്ന തലത്തിലാണ് അതിന്റെ അർത്ഥസൂചന. സുബ്ഹാനഹു, അവൻ പരിശുദ്ധനാണ്. അവന്റെ പ്രപഞ്ചനാഥൻ എന്ന ആ പദവിയിൽ എന്തെങ്കിലും പോരായ്കയോ വീഴ്ചയോ അല്ലെങ്കിൽ ന്യൂനതയോ ഒന്നും ഉള്ളവനല്ല, അവൻ തികവാർന്നവനാണ്. ഇതാണ് സുബ്ഹാനഹു എന്ന പദം നൽകുന്ന സൂചന. അപ്പോ വസ്സമാവാത്തും മത്വീയാത്തും ബിയമീനി, സുബ്ഹാനഹു, അവൻ എല്ലാ നിലക്കും തികവാർന്നവനാണ്, പരിശുദ്ധിയുള്ളവനാണ്. വതആല, അവൻ അത്യുന്നതനുമാണ്. അമ്മാ യുശ്രികൂൻ, അവര് സമന്മാരെ പങ്കാളികളായിട്ട്
അവനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കുന്ന സകല സംഗതികളിൽ നിന്നും അവൻ ഉന്നതനായി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടൊപ്പം ശരീക്കുണ്ട് എന്ന് സങ്കല്പിക്കുന്നത് അള്ളാഹുവിനെ ഇങ്ങ് പിടിച്ചു താഴ്ത്തി കൊണ്ടുവരുന്ന പോലെയാണ്. അവന്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ ഒരുപാട് ഇങ്ങ് ഇറക്കി കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് അവനൊരു ശരീക്കുണ്ട്, പങ്കാളിയുണ്ട് എന്നൊക്കെ സങ്കല്പിക്കുന്നത്. അപ്പൊ അങ്ങനെ അവന് പങ്കാളികളെ സങ്കല്പിക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു തെറ്റായ ധാരണ, അവൻ ആ പങ്കാളികളെ പോലെ അവരോടൊപ്പം ഉള്ള ഒരാള് എന്നുള്ള ധാരണ ഉണ്ടല്ലോ, ആ ധാരണയിൽ നിന്ന് അതിനൊക്കെ എത്രയോ ഉപരിയായിട്ട് ഔന്നത്യമുള്ളവനാണ് അള്ളാഹു എന്നാണ് ഇവിടെ അള്ളാഹു തുടർന്ന് പറയുന്നത്. സുബ്ഹാനഹു വ തആല, അവൻ തികവാർന്നവന്, പോരായ്കയില്ലാത്തവനും പരിശുദ്ധനുമാണ്, അതുപോലെ അത്യുന്നതനുമാണ്. ഇവര് പങ്കാളികളോടൊപ്പം അവനെ ചേർത്ത് നിർത്തുന്ന ആ ഭീമമായ അബദ്ധം ഉണ്ടല്ലോ, അത് കാരണമായിട്ട് യാതൊരു നിലക്കും അവന്റെ ഔന്നത്യത്തിന് ഒരു കുറവും വരുന്നില്ല. അവര് ചെയ്യുന്നത് ഒരു ഭൂലോക വിഡ്ഢിത്തമാണ് എന്നതല്ലാതെ. ഇതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം. ഞാൻ ഈ ആയത്തൊന്നുകൂടി കേൾപ്പിക്കാം. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹുവിനെ അവര് വേണ്ട വിധത്തിൽ എസ്റ്റിമേറ്റ് ചെയ്യുകയോ കണക്കാക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. ഏത് വിധത്തിലാണോ അവൻ അർഹിക്കുന്നത് ആ ഖദറിൽ അള്ളാഹുവിനെ അവർ ഉൾക്കൊണ്ടിട്ടില്ല. വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഭൂമി മുഴുവനായിട്ടും അതിലെ സകല സംഗതികളും സമ്പൂർണമായിട്ടും അവന്റെ പിടുത്തത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഭൂമുഖത്ത് അധികാരം വാഴുന്ന കുറെ ആളുകളുണ്ട്. അവര് അധികാരം വാഴാൻ അവർക്ക് യഥാർത്ഥത്തിൽ പാടുള്ളത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രമാണ്. അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ടോ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടോ ഭൂമുഖത്ത് അധികാരം വാഴാൻ ഒരാൾക്കും അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. മനുഷ്യനെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് ജാഇലുക ലിന്നാസി, ഇന്നി സൂറത്തുൽ ബഖറയിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്, അള്ളാഹു മനുഷ്യനെ തന്റെ പ്രതിനിധിയായിട്ട് ഖലീഫയായിട്ട് ഭൂമിയിൽ നിശ്ചയിക്കുന്നു. ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ഭൂമിയിൽ ഖലീഫയായിട്ട് നിയോഗിക്കപ്പെടുന്ന, അതാണ് മനുഷ്യന്റെ പദവിയായിട്ടുള്ളത്. അത് നൽകുന്ന സൂചന തന്നെ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് ഭൂമിയിലെ കൈകാര്യകർത്താക്കളാകുക എന്നതാണ്. അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ടോ ധിക്കരിച്ചുകൊണ്ടോ അധികാരം കൈയാളുന്ന ആളുകളാവാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. അത് മനുഷ്യൻ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അങ്ങനെ ഒരു വഴി സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ. അതിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. പക്ഷെ അത് അള്ളാഹു അനുവദിച്ച ഒരു സംഗതിയല്ല. അതിനുള്ള ധാർമ്മികമായ അവകാശമോ അധികാരമോ ഒന്നും മനുഷ്യനില്ല. അപ്പോ ഭൂമിയിൽ അധികാരം കൈയാളുന്ന ആളുകൾ പലപ്പോഴും അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ടും ധിക്കരിച്ചുകൊണ്ടും സ്വേച്ഛ പ്രകാരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ അത് അവസാനിക്കാൻ പോകുന്ന ഒരു നാളുണ്ട്. ഭൂമി മുഴുവനായിട്ടും അവന്റെ കബളത്തിൽ വരുന്ന ഒരു സമയം. അതുവരെ നേരത്തെ തന്നെ വരുത്തിക്കൂടായിരുന്നോ എന്നൊക്കെ പലർക്കും ചോദിക്കാം. പക്ഷെ അവൻ വേണ്ടാന്ന് വെച്ചത് കൊണ്ട് മാത്രമാണ്. ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ നിയോഗിച്ച് അയച്ചിട്ട് അവൻ അവരെ നിരീക്ഷിക്കുന്നു. അതാണ് നിലവിൽ സംഭവിക്കുന്നത്. എന്നാൽ അന്ത്യനാള്, ഉയർത്തെഴുന്നേൽപ്പ് നാള് സംഭവിക്കുന്നതോടുകൂടി ഭൂമി പൂർണ്ണമായിട്ടും അവനങ്ങ് ഏറ്റെടുക്കുന്നു. അവന്റെ കബളത്തിലാണ്. അതിലുള്ള യാതൊന്നും തന്നെ ആർക്കും അവരുടെ ഇച്ഛ അനുസരിച്ച് പ്രയോജനപ്പെടുത്താനോ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താനോ ഒന്നും സാധിക്കുകയില്ല. പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ കബളത്തിലായിരിക്കും ആ നാളിൽ ഭൂമി. അതുപോലെ വാനലോകം, ഉപരിലോകവും പൂർണ്ണമായിട്ടും അവന്റെ വലത് കൈയിൽ ചുരുട്ടിയെടുക്കപ്പെട്ട വിധത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ സമ്പൂർണമായ നിയന്ത്രണം എല്ലാ നിലക്കും ഉപരിലോകം അവനങ്ങ് ഏറ്റെടുത്തിട്ടുണ്ടാകും. ഇതാണ് സുബ്ഹാനഹു, അവൻ എല്ലാ നിലക്കും തികവാർന്നവനാണ്, പരിശുദ്ധനാണ്. വ തആല, ഏറ്റവും ഉന്നതനുമാണ്, അത്യുന്നതനാണ് അവൻ. അവന്റെ ഔന്നത്യം കാരണമായിട്ട് തന്നെ ഈ ആളുകൾ അവനെ ശിർക്ക് ചെയ്യുന്നു എന്നത്, അവനോടൊപ്പം ശരീക്കുകളെ കാണുന്നു എന്നത് അവര് ചെയ്യുന്ന ഒരു
ഭീകരമായ അബദ്ധം എന്നേ വരുന്നുള്ളൂ. അള്ളാഹുവിന്റെ ഔന്നത്യത്തിനോ ശ്രേഷ്ഠതക്കോ യാതൊരു കോട്ടവും വരുത്തുന്ന ഒരു കാര്യവും ഇവർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇവര് ആ വിധത്തില് അവന് ശരീക്കുകളെ സങ്കല്പിക്കുന്നത് അവര് ചെയ്യുന്ന ഒരു ഭീമമായ അബദ്ധം അല്ലെങ്കിൽ അവരുടെ ഒരു നെറികെട്ട ബുദ്ധിശൂന്യമായ ഒരു പ്രവർത്തനം എന്നേ ഉള്ളൂ എന്നതാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഇത് അള്ളാഹു ഭൂമുഖത്ത് മനുഷ്യന്റെ ജീവിതകാലത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള ഒരു പ്രകൃതം മനുഷ്യന് നൽകിയത് കൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നതേ ഉള്ളൂ. എന്നാൽ ഈ സ്വാതന്ത്ര്യം അള്ളാഹു പിൻവലിച്ച് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവന്റെ കൈകളിലേക്ക് ഏറ്റുവാങ്ങുന്ന ഒരു നാള് വരാനിരിക്കുന്നു. അതാണ് യൗമുൽ ഖിയാമ. അന്ന് ഭൂമി മുഴുവനായിട്ടും അവന്റെ കബളത്തിലായിരിക്കും. വാനലോകം ഉപരിലോകം മുഴുവനായിട്ടും അവൻ ചുരുട്ടിയെടുത്ത വിധത്തിലായിരിക്കും. വനുഫിഖ ഫിസ്സൂർ, കാഹളത്തില് ഊതപ്പെടുന്നു. ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർള്, ആകാശഭൂമികളിലുള്ളവരൊക്കെയും തന്നെ മരിച്ചു വീഴുകയും ചെയ്യുന്നു. ഇതാണ് അതിനെ തുടർന്ന് അള്ളാഹു അന്ത്യനാളിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലക്ക് ഇവിടെ വിവരിക്കുന്നത്. അപ്പോ ആ പ്രക്രിയ എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ്. മറിച്ച് 67-ാമത്തെ ആയത്തിൽ വിവരിച്ചതിന്റെ സംഭവങ്ങളുടെ ആ ക്രമം അനുസരിച്ചുള്ള ഒരു തുടർച്ച പറയുകയല്ല. വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുന്നു. കാഹളത്തിൽ ഊതപ്പെടുക എന്നത് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ചില സൂറത്തുകളുടെ ഈ പരാമർശം വരുന്ന സൂറത്തുകളുടെ പേരുകൾ ഞാൻ നിങ്ങളെ കേൾക്കും. സൂറത്തുൽ അൻആം, സൂറ ഇബ്രാഹിം, സൂറത്തുൽ കഹ്ഫ്, അതുപോലെ ത്വാഹ, അൽ ഹജ്ജ്, അൽ മുഅ്മിനൂൻ, അൻ-നംൽ തുടങ്ങിയ സൂറത്തുകളിലാണ് കാഹളത്തിൽ ഊതുന്ന കാര്യം അല്ലാഹു സൂചിപ്പിക്കുന്നത്, സൂറിൽ ഊതുന്ന കാര്യം പരാമർശിക്കുന്നത്. ഇതില് സൂറത്തുൽ നംലില് ബാക്കി സൂറത്തുകളിലുള്ള പരാമർശം 2 കാഹളത്തിൽ ഊതുന്ന, സൂറിൽ 2 തവണ ഊതുന്ന കാര്യമാണ് പരാമർശമുള്ളത്. സൂറത്തുൽ നംലില് അതിന്റെയൊക്കെ മുന്നോടിയായിട്ടുള്ള ഒരു കാഹളമൂത്തിന്റെ കാര്യവും പറയുന്നുണ്ട്. അപ്പൊ ആകെ 3 കാഹളമൂത്താണ് ഖുർആൻ പരാമർശിക്കുന്നത്. അതിൽ ഒന്നാമത്തത് അള്ളാഹു ലോകാന്ത്യം കുറിക്കുന്ന പ്രക്രിയയിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായുള്ള നഫ്ഹത്ത് നടക്കുമ്പോൾ, കാഹളമൂത്ത് നടക്കുമ്പോൾ എല്ലാവരും വിറകൊള്ളിക്കപ്പെടുകയാണ്. എല്ലാവരും ഭയചകിതരായിട്ട് അങ്ങനെ വിറച്ചു നിൽക്കുന്ന ഒരവസ്ഥ സംജാതമാകുന്നു. അതൊരു ഒരു മുന്നറിയിപ്പ് എന്ന വിധത്തില് അന്ത്യം സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്ന പോലെയുള്ള ഒരു കാഹളത്തിലൂത്താണ്. രണ്ടാമത്തെ കാഹളമൂത്താണ് യഥാർത്ഥത്തിൽ എല്ലാ ആളുകളും ജീവജാലങ്ങളും ഒക്കെയും മരിച്ചു വീഴാൻ കാരണമാവുന്ന കാഹളമൂത്ത്. അതാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഇനി മൂന്നാമതൊരു കാഹളമൂത്ത് എന്ന് പറയുന്നത് എല്ലാവരും മരിച്ചു വീണ എല്ലാവരും അതിനെ തുടർന്ന് അള്ളാഹു കാഹളത്തില് ഊതാനുള്ള സംവിധാനം നിർവഹിക്കുമ്പോൾ എല്ലാവരും അവര് ജീവനുള്ളവരായിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകുന്നു എന്നതാണ് സംഭവിക്കുന്ന കാര്യം. അപ്പൊ 3 കാഹളമൂത്തുകളാണ് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത്. അതില് സാധാരണ 2 കാഹളമൂത്തിന്റെ കാര്യമാണ് പറയാറുള്ളത്. എല്ലാവരും മരിച്ചു വീഴുന്നതും പിന്നെ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നതുമായ കാഹളമൂത്ത്. ഇതിന്റെ മുമ്പ് ഒരു കാര്യങ്ങളെ കുറിച്ചൊരു താക്കീത് എന്ന നിലക്ക് ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു കാഹളമൂത്തിന്റെ കാര്യവും വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ നംലിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് വനുഫിഖ ഫിസ്സൂർ, സൂറിൽ ഊതപ്പെടുന്നു. ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർള്. സഇഖ എന്ന് പറഞ്ഞാൽ ബോധമറ്റ് വീഴുക, മരിച്ചു വീഴുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അൽ മൗത്ത് എന്നുള്ള സൂചനയുണ്ട്. അൽ ഖിഷ്യാൻ എന്ന് പറഞ്ഞാൽ ബോധം നഷ്ടപ്പെടുന്ന വിധത്തിൽ വീഴുക. അദ്ദിഹാബ് ബിൽ അഖ്ൽ എന്ന അർത്ഥം, അതായത് നമ്മുടെ ബുദ്ധിയുടെ പ്രവർത്തനം നിലക്കുന്ന വിധത്തിൽ ബുദ്ധി
നിലച്ചു പോകുന്ന ഒരു അനുഭവം ഉണ്ടാവുക എന്നതൊക്കെയാണ്. ഇവിടെ അത് മരിച്ചു വീഴുന്നതാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് മിക്കവാറും മുഫസ്സിറുകളൊക്കെ അതിനെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിവരിക്കുന്നത്. വനുഫിഖ ഫിസ്സൂരി ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ളവയൊക്കെയും തന്നെ ഈ നഫ്ഖത്തോടുകൂടി, ഈ നഫ്ഖത്തിന് ഒരു പേരുണ്ട്. ഈ ആ പേരില് നഫ്ഖത്തു സാഖ് എന്നാണ് പറയുന്നത്. എല്ലാവരും ബോധം മറ്റു വീഴുന്ന ഈ കാഹളമൂത്ത്. രണ്ടാമത്തതിന് നഫ്ഖത്തുൽ ഖിയാം ലി റബ്ബിൽ ആലമീൻ എന്നാണ് പറയുന്നത്. നഫ്ഖത്തുൽ ഖിയാം ലിൽ റബ്ബിൽ ആലമീൻ, പടച്ച തമ്പുരാന്റെ മുന്നിൽ എല്ലാവരും ഹാജരാകുന്നതിന് വേണ്ടിയായിട്ടുള്ള ആ കാഹളമൂത്ത്, അതാണ് രണ്ടാമത്തെ. അതിന്റെ മുമ്പുള്ള ഈ രണ്ട് കാഹളമൂത്തും സംഭവിക്കുന്നതിന് മുമ്പായിട്ട് ഒരു എല്ലാവരെയും വിറകൊള്ളിക്കുന്ന വിധത്തിലുള്ള ഒരു കാഹളമൂത്തുണ്ട്. ആ വിറകൊള്ളിക്കപ്പെടുന്നതോടുകൂടി ആരും മരിച്ചു വീഴുന്നൊന്നുമില്ല, പക്ഷെ അവരെല്ലാവരും അലേർട്ടാകും. അങ്ങനെയുള്ള ഒരു കാഹളമൂത്തിന് പറയുന്നത് നഫ്ഖത്തുൽ ഫസർ എന്നാണ്. ഭീതിയുടെ ഈ കാഹളമൂത്ത്, ഭീതി സൃഷ്ടിക്കുന്ന, എല്ലാവരും വിറകൊള്ളിക്കപ്പെടുന്ന വിധത്തിലുള്ള കാഹളമൂത്ത്. അപ്പോ വനുഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്. കാഹളത്തിൽ ഊതപ്പെടുന്നു, ആകാശഭൂമികളിലുള്ളവരൊക്കെയും തന്നെ മരിച്ചു വീഴുന്നു. ഇല്ലാ മൻ ശാ അല്ലാഹ്, ആരാണോ മരിച്ചു പോകേണ്ടതില്ല എന്ന് അള്ളാഹ് തീരുമാനിച്ചിട്ടുള്ള ഇത് അവരൊഴികെ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച ചില ഒരുപക്ഷെ മലക്കുകളായിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച അതുപോലെയുള്ള ദൈവിക സൃഷ്ടിജാലങ്ങളിൽ ചിലതുണ്ടാവാം. അവയൊക്കെയും ഈ അള്ളാഹു മാറ്റി നിർത്തി അള്ളാഹു ഉദ്ദേശിച്ച ചിലവയെ ഒഴികെ ബാക്കി എല്ലാവരും മരിച്ചു വീഴുന്ന ഒരു സംഗതിയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. അങ്ങനെ സൂറില് ഊതപ്പെടുന്നതോടുകൂടി ആകാശഭൂമികളിലുള്ള സകലരും മരിച്ചു വീഴുന്നു. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ, പിന്നെ രണ്ടാമതൊരു വട്ടവും കാഹളത്തിൽ ഊതപ്പെടുന്നു. അതിനെ തുടർന്ന് എന്താ ഉണ്ടാവുന്നത്? ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ, അവരതാ കണ്ണുമിഴിച്ച് നോക്കിക്കൊണ്ട് എണീറ്റ് വരുന്നു. അതോടെ ഇതാണ് രണ്ടാമത്തെ കാഹളമൂത്തിൽ ഉണ്ടാകുന്നത്. ആദ്യത്തെ കാഹളമൂത്തില് എല്ലാവരും, ആകാശഭൂമികളിലുള്ള സകലരും, അള്ളാഹു മാറ്റി നിർത്തിയ ആരെങ്കിലും ഉണ്ടെങ്കിലേ അതിന് അപവാദം ഉണ്ടാവുകയുള്ളൂ. ഇല്ലാ മൻ ശാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹു ചിലരെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരൊഴികെ ബാക്കി എല്ലാവരും മരിച്ചു വീഴുന്നു. ഒരുപക്ഷെ ഈ കാഹളമൂത്ത് നിർവഹിക്കുന്ന മലക്കും അതുപോലെ അള്ളാഹു മാറ്റി നിർത്തിയ മലക്കുകളും ഒക്കെ ആയിരിക്കും ഇങ്ങനെ ഈ കാഹളമൂത്തിന് കാരണമായിട്ട് മരിച്ചു വീഴാതെ ഉള്ളവര്. അപ്പോ രണ്ടാമത്തെ കാഹളമൂത്തില് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാഹളമൂത്തിൽ ആദ്യത്തേതിൽ എല്ലാവരും മരിച്ചു വീഴുന്നു. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ, പിന്നെ വീണ്ടും കാഹളത്തിൽ ഊതപ്പെടുന്നു. ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ. അതിനിടയിൽ എത്രത്തോളം കാലവിളംബമുണ്ട് എന്നത് നമുക്കറിയില്ല. ആദ്യത്തെ കാഹളമൂത്ത് കഴിഞ്ഞ് എല്ലാവരും മരിച്ചു വീണതിന് ശേഷം പിന്നെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് രണ്ടാമത് കാഹളമൂത്ത് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചൊന്നും നമുക്കൊരു ധാരണയില്ല. അത് അള്ളാഹുവിന്റെ നിശ്ചയത്തിൽ പെട്ടതാണ്. ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ. അങ്ങനെ രണ്ടാമത് കാഹളമൂത്ത് നടക്കുന്നതോടെ എല്ലാവരും തന്നെ ഉയർത്തെഴുന്നേറ്റ് കണ്ണുമിഴിച്ച് അങ്ങനെ എല്ലാം നോക്കി കാണുന്നവരായിക്കൊണ്ട് എണീറ്റ് വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുക. ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ. യൻദുറൂൻ എന്ന് പറഞ്ഞാൽ അവര് നോക്കുന്നു എന്നാണ് അർത്ഥം. അവര് എല്ലാം നോക്കി കാണുന്നവരായിക്കൊണ്ട് എണീറ്റ് വരുന്ന ഒരു കാര്യം ആണ് ഈ രണ്ടാമത്തെ കാഹളമൂത്തിലൂടെ സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. ഈ അവസാന ഘട്ടത്തിലെ ഈ ഖിയാമത്തിന്റെയും അതിന്റെ മുമ്പുള്ള കാഹളമൂത്തിന്റെയും ഒക്കെ, ആദ്യത്തെ കാഹളമൂത്തിന്റെയും ഒക്കെ അത് സംബന്ധമായ ഈ ഘട്ടത്തിലുണ്ടാവുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണം ഈ ആയത്തുകളോടെ ഈ സൂറത്തിൽ അവസാനിക്കുന്നില്ല. തുടർന്നുള്ള ആയത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വിവരിക്കപ്പെടുന്നത്. അപ്പൊ ഈ സംഭവങ്ങളുമായി ബന്ധമുള്ള കാര്യങ്ങളുടെ വിവരണം തുടർന്നുള്ള ആയത്തുകളുടെ വിശദീകരണം നിർവഹിക്കുന്നതോട്
അതിനോട് അനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളത് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ഇൻഷാ അല്ലാ അത് ആഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.